യാത്രകൾ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? യാത്ര എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ? ആദ്യമൊക്കെ നമ്മൾ മെമ്മറീസ് ആയിട്ട് കരുതി വയ്ക്കുക ഫോട്ടോസ് ആയിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും തന്നെ വീഡിയോസും എടുക്കുന്നവരാണ്. ഫോട്ടോസ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പോണ്ടിച്ചേരിയിലത്തെ ഒരു സെക്കൻഡ് വ്ളോഗാണ് കേട്ടോ. പക്ഷേ ഇത് സെക്കൻഡ് ഡേ അല്ല. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് നമുക്ക് പോകാം. മാത്രമല്ല പിറ്റേ ദിവസം സൺറൈസിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ റൂമിലെത്തി എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ പാരഡൈസ് ബീച്ചിൽ പോകാമെന്നാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. കാരണം ഇനി ആ പാരഡൈസ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. സമയം അവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ഹോട്ടലിലെ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചായിരുന്നു ഇനി നമുക്ക് എവിടേക്കാണ് പോകാൻ പറ്റുക, കാരണം നമ്മൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബോട്ടിങ്. അപ്പം നമുക്ക് ആ ഹോട്ടലിലെ ചേട്ടൻ തന്നെ അവിടുത്തെ ഒരു നമ്പർ ഷെയർ ചെയ്ത് തന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടീമുകൾ അവിടെ ഉണ്ട്, ഇതൊന്നൊന്നല്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ഒരു കൂടാരം പോലെ അവർ ബീച്ചിൻ്റെ സൈഡിലേക്ക് കെട്ടിയേക്കുക, അതാണ് അവരുടെ ഓഫീസ്. അങ്ങനെ അപ്പം നമ്മൾ വിളിച്ചന്വേഷിച്ചപ്പോൾ ഒരു 5,000 ആയിരുന്നു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കുട്ടികളായിരുന്നു കൂടുതൽ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വായു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മാംഗ്രൂവ് ബോട്ടിംഗ് ആണ് ഇത് പറയുന്നത് മെയിൻലി. പിന്നെ നമ്മൾ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റ് നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ നമുക്ക് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അത് അരിക്കമേട് എന്ന് പറയുന്നൊരു പഴയൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നിയൻ സെൽവം ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ ബോട്ട് നമ്മുടെ അവിടെ കരയ്ക്കടിപ്പിച്ച് നമുക്ക് അവിടെ ഇറങ്ങി അതൊക്കെ കണ്ടിട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അതൊക്കെ ക്ലോസ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മിസ്സായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബോട്ട് ജെട്ടി പോലത്തെ അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് കാണിച്ചു തരും. പിന്നെ നമുക്ക് സീഡ് ഒരു ഏരിയയിലേക്ക് ഇവർ ബോട്ടിങ് ചെയ്ത് കൊണ്ടുപോകും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആ വേവ്സിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബോട്ട് പോകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 3,500 ആ റേഞ്ചിൽ ഇവർ ഇത് അറേഞ്ച് ചെയ്തു. പ്രൈവറ്റ്ലിയാണ്, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബോട്ടിൽ. ഞങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് ഓവറായിരുന്നു അത് വരെ എനിക്ക് തോന്നിപ്പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. അപ്പം ആദ്യം നമുക്ക് ഇങ്ങനെ ഫുൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. നല്ല ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെക്യൂർഡ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോയിണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഫിഷിംഗ് ഹാർബർ. അപ്പം നമുക്ക് ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. 250ഓളം ആൾക്കാർ ഇതിൽ കയറി പോവാറുണ്ട്. അവർ 10-15 ദിവസം അവിടെ കടലിൻ്റെ നടുക്കടലിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഒരുവിധമൊക്കെ തമിഴ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഇവിടെ ഇപ്പം മുറി തമിഴൊക്കെ ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ എന്ത് രസമാണെന്നറിയോ സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂ. നമുക്കൊരു എന്താ പറയുക, വെയിലില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വല്ലാണ്ടൊരു ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് കുറേ ബോട്ടുകൾ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല രസമാണ്. ആ വെളിച്ചം കണ്ടോ നിങ്ങൾ, എന്തോ രസമായിരുന്നു എന്നറിയോ. പക്ഷെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് വെളിച്ചടിക്കുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോസിബിൾ അല്ലായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഈ പോയി പിന്നെ നേരെ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അരിക്കമേട് പോകാന്നുള്ളത്, അത് ഞങ്ങൾക്ക് മിസ്സായിരുന്നു. പക്ഷെ ഞങ്ങളത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇനിയുള്ള വ്ളോഗുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒക്കെ ഒരു ഇത് എവിടേക്കോ ഒരു തോന്നിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മാംഗ്രോവ് ഫോറസ്റ്റ്. അങ്ങനെ ഞാൻ പോയി അതിൻ്റെ തുമ്പത്തെത്തിട്ടോ. എനിക്കാണെങ്കിൽ ഇരിപ്പുറക്കുന്നില്ല. എന്താ പറയുക, ഒരു എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടണ്ടായിരുന്നു. അപ്പോൾ ആളെന്നെ പറഞ്ഞു ലൈഫ് ജാക്കറ്റ് ഊരിക്കോ, ഇനി ഈ ഭാഗം സേഫാണ്, കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ കയറി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് കയറി നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വേഗം അവിടെ കയറി നിന്ന്. അപ്പോൾ പിന്നെ അവർക്കൊക്കെ ധൈര്യമായി. പിള്ളേരെല്ലാവരും കൂടെ അവിടെ വന്നായിരുന്നു കേട്ടോ. ഇത് കണ്ടോ നല്ല രസമുണ്ടെന്ന്. ഞാൻ ഇങ്ങനത്തെ ഒരു നമ്മുടെ ഇവിടെ ചാവക്കാടൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു ഏരിയയിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ നല്ല വൈബിൽ ഹായ് ബായ് ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കയറി നിന്ന് കാഴ്ചകൾ കണ്ടു. എന്ത് രസമാണെന്നറിയും. നമുക്കൊരു കുളിർമയേകുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചൂടില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷനായി. ഓരോരുത്തർ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനായിരുന്നു കേട്ടോ. അത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് സമയം എടുത്തിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. ശരിക്കും പറഞ്ഞത് 1 അവർ റൈഡാണ് കേട്ടോ. 1 അവറാണ് അവർ പറയുന്ന ടൈം. ഇതെല്ലാം കൂടെ കറങ്ങി വരും എന്നാണ്. പക്ഷെ നമുക്ക് അരിക്കമേട് മിസ്സായതുകൊണ്ട് തന്നെ ആൾ നമുക്ക് പതുക്കെ സ്ലോലി എല്ലാ കാഴ്ചകളും കാണിച്ചു തന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ തിരിച്ചു വിട്ടത്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഷെയറിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയറിങ് ആയിട്ടും പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്ര ചാർജ് വരില്ലായിരിക്കും കേട്ടോ. അവിടുത്തെ വെള്ളത്തിൻ്റെ കളറിലൊരു ബ്ലാക്ക് കളറിലായിട്ടോ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കണ്ടൽക്കാടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കളറായിരിക്കാം. ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ അതുകൊണ്ടാവാം കേട്ടോ. പിന്നെ കച്ചറകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഓഫീസ് എന്ന് പറയുന്ന ആ ഭാഗത്തൊക്കെ കുറേ കച്ചറൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്. മിന്നു സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയുള്ള ആളാണ്. പക്ഷെ മിന്നും മാക്സിമം എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് മാറി മാറി ഫോട്ടോസൊക്കെ എടുത്തു. ആമിയും മിന്നും എടുത്തപ്പോൾ കുഞ്ഞ് പറഞ്ഞു എനിക്കും ആദിച്ചേട്ടൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും തന്നെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കുഞ്ഞിക്ക് പിന്നെ ഓരോ കോസ്റ്റ്യൂമിന് പ്രത്യേകം കണ്ണടകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുഞ്ഞി ഭയങ്കര സ്റ്റൈലിലായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് ഫോറിനേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തോന്നി ഈ സമയം ആയതുകൊണ്ടാണ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയത്. മറ്റേത് മിസ്സായെങ്കിലും നമുക്ക് കിട്ടിയ എനിക്ക് സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഇങ്ങനെ ബീച്ച് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ചേട്ടൻ ബോട്ട് നിർത്തി, പിന്നെ ബാക്കിലോട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു വടിയുമേലെ പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പാമ്പുകൾ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇതുപോലത്തെ. അപ്പം അച്ഛൻ ചോദിക്കേണ്ട അനാക്കോണ്ടാണോ എന്നൊക്കെ കേട്ടോ. അറിഞ്ഞൂടാ, പക്ഷേ ഇങ്ങനെ എനങ്ങാണ്ട് കിടക്കുന്നുണ്ട് സംഭവം. വിഷപ്പാമ്പാണോ അതൊന്നും അറിയില്ല. അവിടെ ഇങ്ങനെ കിടക്കുന്ന കാണാം എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. കണ്ടു ഗൈസ്, പാമ്പ് കിടക്കുന്നു, കണ്ടു ഗൈസ്. ഞാൻ അപ്പം പോകുമ്പോൾ കച്ചറകളൊന്നും കണ്ടില്ലെങ്കിൽ എന്താ ഈ വീഡിയോയിൽ അവിടെ എവിടെയോ ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കണ കണ്ടായിരുന്നു കേട്ടോ. അത് ഈ പോകുന്ന ട്രാവലേഴ്സ് തന്നെ എറിയുന്നതായിരിക്കാം മേ ബി. എല്ലാവരും അങ്ങനെയാണല്ലോ. നമുക്ക് സ്ഥലങ്ങൾ വൃത്തിയിൽ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് അതറിയില്ല എന്ന് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷനായിട്ട് അപ്പോൾ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ആ ഗ്രീനറിയുടെ സൈഡിലെത്തിയപ്പോൾ ചേട്ടൻ കുറച്ച് നേരം വണ്ടിയല്ലല്ലോ ബോട്ടൊക്കെ നിർത്തി തന്നായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കടലിൻ്റെ ഏരിയയിലോട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യും. എനിക്കാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പോൾ ട്രൈപോഡൊക്കെ കൊണ്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പോണ്ടിച്ചേരി പോകുന്നു ഞാൻ സ്വപ്നത്തിൽ കരുതിയതല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്താറൊന്നുമില്ല. അത് ചേട്ടൻ അങ്ങനെ ഇപ്പോൾ ശല്യപ്പെടുത്താറില്ല ഞാൻ. പക്ഷെ അൺഎക്സ്പെക്റ്റഡ്ലി പോയോണ്ട് തന്നെ അതുകൊണ്ടായിരിക്കും എനിക്ക് എക്സൈറ്റ്മെൻറ്റും കൂടുതൽ. പല വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. പണ്ട് ഞാനായിരുന്നു ഈ വീട്ടിൽ ഫോട്ടോൻ്റെ ആൾക്കാർ. പിന്നെ ഇപ്പം എല്ലാവരും ഫോട്ടോസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം കുഞ്ഞാണ് സെറ്റായിട്ടിരിക്കുന്നത്, ചേട്ടൻ അനിയത്തിയും കൂടി ഇരിക്കുന്നത് കണ്ടാ. ഇത് വല്ലപ്പോഴും കാണുന്നതാണ് കേട്ടോ. അവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഇടിയാം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇരുന്ന് ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കടലിൻ്റെ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ എത്താറാകുമ്പോഴേക്കും ആ ചേട്ടൻ പറഞ്ഞു ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ടോ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇങ്ങനെ സൈഡിലൊക്കെ ബോട്ട് നിർത്തിയിട്ട് അവർ വല ഇട്ടിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. മീനെ കിട്ടുന്നുണ്ട്. അതിങ്ങനെ വല വലിക്കുമ്പോൾ അത്യാവശ്യം മീനുണ്ട് അതിൽ. കുറേ ചേട്ടന്മാരിങ്ങനെ മീൻ പിടിക്കാൻ നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ കണ്ടപ്പോൾ ചേട്ടൻ അവിടെ കുറച്ച് നേരം ബോട്ട് നിർത്തിയൊക്കെ ഇട്ടായിരുന്നു, കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് മീൻ മേടിക്കാൻ പ്ലാൻ ഉണ്ടോ അച്ഛൻ്റെ അടുത്ത്. സാധാരണ അച്ഛൻ ഇങ്ങനെ ചാവക്കാടോ എവിടേക്കോ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനത്തെ മീനുകൾ ഫ്രഷ് മീനുകളൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ച് കൊണ്ടുവരാം. അച്ഛൻ്റെ വടിയിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു തെർമോക്കോളിൻ്റെ പെട്ടി വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അങ്ങനെ പിന്നെ കടലിൻ്റെ ഒരു ഏരിയയിൽ എത്തിക്കുമ്പോൾ നല്ല കാറ്റ്, നല്ല ഡിഫറൻസ് ആണ് കേട്ടോ. ഇങ്ങനെ തിരകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ബോട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ആടി ആടി കളിക്കായിരുന്നു. മിന്നുവിനും ചെറിയ രീതിയിലൊരു പേടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം അടിക്കുമ്പോൾ കയ്യിലേക്ക് വെള്ളാക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മിനും കയ്യൊന്നും ഇടണ്ട, നമുക്ക് എങ്ങനത്തെ വെള്ളമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നല്ല വെള്ളമൊക്കെ ആയിരിക്കാം, മേ ബി ഉപ്പ് വെള്ളമാണല്ലോ എങ്ങനെയായാലും. പക്ഷെ ഞങ്ങളുടെ മേത്തിക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സീറ്റുമേലേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ സൈഡായിരുന്നു ഇച്ചിരി താഴ്ന്നിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം തന്നെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെയും മിന്നുവിൻ്റെ ആയിരുന്നു, കോമഡി ആയിരുന്നു അത് നിങ്ങൾക്ക് ഞാൻ പറയാം കേട്ടോ.
അങ്ങനെ പിന്നെ കടലിൻ്റെ ഏരിയയിലേക്ക് കടന്നപ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളാണെങ്കിൽ മതിയായിട്ടില്ല ചേട്ടാ, കുറച്ച് നേരം കൂടി എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. ലാസ്റ്റ് ഞങ്ങളുടെ അടുത്ത ആളിങ്ങനെ ചോദിച്ചു, മതിയായോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഏരിയ നമ്മൾ സ്വപ്നക്കൂടി ഫിലിമിലൊക്കെ ഭാവനയുടെ ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ, ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് ഒരു കല്ലിടുക്കിൻ്റെ ഒക്കെ അവിടെ നിന്നിട്ട്, അപ്പോൾ ആ ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ കല്ലുമ്മലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കുമ്പോൾ ഒരിങ്ങനെ പത പോലത്തെ വെള്ളമാവുന്നത് അത് നല്ല രസമുണ്ടായിരുന്നേ. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. കടലിലേക്ക് പോകുമ്പോഴത്തെ ഒരു വ്യത്യാസം എന്താണല്ലേ, നമുക്ക് നല്ലൊരു ചെറുതായിട്ടൊരു പേടിയും കാര്യങ്ങളൊക്കെ തോന്നും. അത് അത്രയും സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലൈഫ് ജാക്കറ്റ് തന്നെ ഇടാൻ പറയുന്നത്. വീണത് മിന്നലുണ്ടാവോ? ഉൾക്കടലിലേക്ക് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങള് സൺഡേ മാർക്കറ്റിലേക്ക് പോവാണ്. ഞങ്ങൾ ആ ബോട്ടിലിരുന്നിട്ട് എന്റെ മിനുവിന്റെ മൂഡ് നനഞ്ഞു. വേറെ എവിടെ തന്നിട്ടില്ല, മൂഡ് മാത്രം തന്നിട്ടുള്ളൂ. ബാക്കി ആരും അറിയണില്ല. എന്റെ മിനുവിന്റെയും ഷോർട്ടായിട്ടുള്ള ടോപ്പുകളാകുമ്പോ ഞങ്ങളുടെ ഈ കറക്റ്റ് മൂഡ് റണ്ണിന് പറ്റത്തില്ല. കാണിച്ചാൽ പറ്റൂല, അത് അങ്ങനെ കാണിച്ചു തന്നിട്ട് വൈറലാവേണ്ട ആവശ്യമില്ല അല്ല. മിന്നോ ഞങ്ങൾ സൺഡേ മാർക്കറ്റിലേക്ക് പോവാ. ഇവിടുത്തെ വൺ ഓഫ് ദ അട്രാക്റ്റീവ് പ്ലേസസ് ആണ്. പക്ഷെ ഞങ്ങൾ പോവാൻ എനിക്ക് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു ഷ്രഗ് മേടിക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് പോണേ. നമുക്ക് അവിടെ ലേറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാം. പിന്നെന്താന്ന് വെച്ചാ അത് മേടിക്കാൻ പോവാ. വെച്ചിട്ടുണ്ടെന്ന് അവിടെ നല്ലതായിരുന്നു കേട്ടോ. ആ ഒരു അത് അടിപൊളിയാണ്. ഞങ്ങള് ഫോട്ടോ എടുത്ത് കുറച്ച് നേരം കളഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ ഒരു സ്ഥലത്ത് സമയം പോയൊന്നുമില്ല. നമുക്ക് 1 മണിക്കൂർ ടൈം ഉണ്ട്. അല്ല, അവിടെ വേറൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അതതിന് അടച്ചു എന്ന് പറഞ്ഞു. അതാ പറഞ്ഞേ. ആ സമയം ഞങ്ങള് ലേറ്റ് ആയോണ്ട് ലേറ്റ് ആക്കി. നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു കൊണ്ടുപോകുന്നു. ഇല്ല, അവര് പറഞ്ഞു അത് മിക്കവാറും അടച്ചിണ്ടാവും. ഫോട്ടോ എടുക്കുന്ന ആള് നന്നായി പറഞ്ഞു. ആ ചേട്ടൻ നല്ല അടിപൊളി ചേട്ടൻ. കടലിൽ അവിടെ കൊണ്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുറെ ഞങ്ങൾ ചോദിച്ചു പോലാമാ നിന്നു പേടിക്കാണ്ടിരുന്നു ഗൈസ്. അല്ലെങ്കിലും ഞങ്ങളുണ്ടെങ്കിൽ പേടിയില്ല. നമ്മളെത്തി ഗൈസ്, സൺഡേ മാർക്കറ്റിൽ എത്തി. നമ്മൾ പേടിച്ച് വിറച്ച് വന്ന ചാലിന്ന് അങ്ങനെ എടുത്ത വെള്ളമാണെങ്കിലോ അല്ലേ.
ചെറിയ രീതിയിലൊരു ഗോവൻ വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ, അല്ലാണ്ട് അടിച്ചുപൊളി ഗോവല്ല, എന്നാൽ എവിടേക്കോ ഒരു ചെറിയൊരു ടച്ചൊക്കെ തോന്നിയായിരുന്നു. ഇങ്ങനെ വണ്ടികൾ റെന്റിനെടുത്ത് പോകുന്ന ഒരു സംഭവമൊക്കെ എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാർ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങളിത് പ്ലാനിൽ ഉണ്ടായിരുന്നതല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പുത്തമ്പള്ളിക്കൊക്കെ കാർ എടുത്ത് കൊണ്ടുപോയാൽ എങ്ങനെയാണ്, അതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല മാർക്കറ്റാണ്, നമുക്ക് അത്യാവശ്യം നടന്ന് മേടിച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു ക്ലോത്തിൻ്റെ ഷോപ്പിൽ ആദ്യം കയറിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു റേറ്റ് കുറവിൻ്റെ ഒരു ഫ്രോക്കൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതിനെ വാങ്ങിച്ചോളാം. അപ്പച്ചേട്ടൻ ഒരു ടീഷർട്ട് മേടിച്ചു. ഈ ഒരു ഷോപ്പിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ഇങ്ങനത്തെ ഷോപ്പുകളുണ്ട്. നമുക്ക് അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റേറ്റ് കുറവിന് സാധനങ്ങൾ കിട്ടും. പൊട്ട് പോച്ച് ഗൈസ്. പക്ഷെ ഞാൻ പൊട്ടുപോയ അമ്മയ്ക്ക് പൊട്ടില്ലാത്തത് ഭംഗിയുണ്ട്. ആദ്യ ഉറക്കം വരുന്നടാ, ആദ്യമാണ് എനിക്ക് ഉറക്കം വരുന്നത്. അവിടെ കിടക്കാച്ചാ പിന്നെ പോണ്ടിച്ചേരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ അവിടെ. അത് റോഡിലോരോ ജംഗ്ഷൻസിലായാലും ഇങ്ങനെ ഓരോ പാർക്കിൻ്റെ ഒക്കെ ഏരിയയിൽ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. കുറേ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒക്കെയാണ്. പിന്നെ ഭാരതിയാറിനെയാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്യു വരുന്നത്. അവിടെ ഭാരതിയാറിൻ്റെ ഒരു മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. പക്ഷെ അവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസസിൽ ഒന്നാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് റോക്ക് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പോയത്. വണ്ടി പാർക്കിംഗ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കറങ്ങി തിരിഞ്ഞ് നമുക്ക് സ്ഥലങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ഒരു വട്ടമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പരിചയം തോന്നും. പിന്നെ ഞങ്ങൾ ഫുഡ് തേടിയിട്ടുള്ള യാത്രയായിരുന്നു പിന്നീട്. കിടക്കും ഫുഡ് തേടിയുള്ള യാത്ര. പട്ടിണി നീ വിശന്നിട്ട് ഉപവാസിരിക്കാൻ പറ്റൂ? പസിക്കുത്, ரொம்ப பசிக்குது. ரொம்ப நேரம் ஆச்சு. நாங்க எல்லாரும் ഫുഡിക്ക് വേണ്ടി അളയത്. അതെ, അലഞ്ഞ് ரொம்ப വലിക്കുത്. പസിക്കുത്, വലിക്കുത് വേദന. വേദന എടുത്തു തുടങ്ങി കാല്. അങ്ങനെ കാല് പസിക്കുത്. പക്ഷേ കാല് വലിക്കുത്. ആദ്യം പറഞ്ഞു തുടങ്ങി നടക്കാൻ പറ്റണില്ല. നമ്മുടെ എന്ത് നോക്കിയാലും ഐസ്ക്രീം മട്ടും. എല്ലാവർക്കും തന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ് നമ്മളൊന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും നന്നായി വിശന്നത്. പിന്നെ അത്യാവശ്യം തന്നെ നടന്നായിരുന്നു. പിള്ളേരൊക്കെ പിള്ളേരെന്നല്ല ഞങ്ങളും ഭയങ്കരമായിട്ട് അയ്യോ വിശക്കണേ എന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. മുഖരിക്കണുണ്ടോ കുഞ്ഞി വേറൊരു കാര്യത്തിനും കൂടി പിണങ്ങിയിട്ടാണ് കേട്ടോ ഇരിക്കുന്ന. ഐസ്ക്രീം വാങ്ങിച്ച് കൊടുക്കാത്തതിന്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തായിരുന്നു. പക്ഷെ അവൾക്ക് പറഞ്ഞ സാധനം അപ്പം തന്നെ കിട്ടണം എന്നാണ് കുഞ്ഞിയുടെ ഒരു ഇത്. അങ്ങനെ പിന്നെ ആദ്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോപ്കോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആദ്യം അവിടെ സെറ്റിൽ ചെയ്തു കേട്ടോ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് അത്യാവശ്യം സമയം എടുക്കുന്ന അവർ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാതും മിക്സ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തത്. കാരണം പെർ ഹെഡൊന്നും ഞങ്ങൾ ഓരോ പോർഷനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഫുഡ് വന്ന വീഡിയോസ് ഒന്നും ഞാൻ തന്നെ എടുത്തില്ല കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഇന്ത്യനൈസ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. സ്പൈസി ആയിട്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആയാലും നൂഡിൽസ് ആയാലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊത്തു പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ.
അപ്പം എല്ലാതും ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ലാസ്റ്റാണ് നമുക്ക് വൈറ്റ് സോസ് പാസ്ത കിട്ടിയത്. അത് നല്ലൊരു അടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ വൈറ്റ് സോസ് പാസ്തയൊക്കെ നമ്മൾ ആദ്യം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ബാലൻസ് ചെയ്ത് പോകായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആക്കിയപ്പോഴേക്കും എല്ലാവർക്കും വയറൊക്കെ നിറഞ്ഞു. അത് ഞങ്ങൾ കുറച്ച് ബാക്കി വെച്ചായിരുന്നു, ബാക്കിയൊക്കെ ഞങ്ങൾ ഫിനിഷ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വയറൊക്കെ ഭയങ്കരമായിട്ട് ഫുള്ളായിരുന്നു. പിന്നെ അങ്ങനെ റോക്ക് ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ വൈകുന്നേരം വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കറുപ്പിനഴക് റീലൊക്കെ എടുത്തായിരുന്നു. പോണ്ടിച്ചേരി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം മെമ്മറിയിൽ വരാൻ നമ്മുടെ സ്കൂൾ ടൈമിലായിരുന്നു സ്വപ്നക്കൂടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പൂ വെച്ചിട്ട് സൈക്കിളിന്മേൽ വരുന്ന ഞങ്ങൾ അങ്ങനത്തെ വല്ലവരൊക്കെ കാണുന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനത്തെ ആൾക്കാരൊന്നും സൈക്കിളിലൊക്കെ ഒരുപാട് ലേഡീസ് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വൈബിലുള്ളതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പോൾ പബ്ലിക്കലി ഡാൻസ് കളിക്കലൊന്നും ചെറിയ രീതിയിലൊന്നും ഇപ്പോൾ ചമ്മലില്ലാണ്ടായി തുടങ്ങി. ചെറിയ രീതിയിലല്ല, കുറച്ച് വലിയ രീതിയിൽ തന്നെ ഞങ്ങളെല്ലാവരും സൈഡായി ഗൈസ്. ഞാൻ അധികം നേരം ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയുള്ള, പിന്നെ ഫ്രണ്ടിലോട്ട് ഇരുന്നിട്ട് പിന്നെ ഉറങ്ങിയില്ല. പിന്നെ ഞങ്ങള് ഫുഡ് തേടി നടന്ന് അച്ഛൻ്റെ അമ്മയ്ക്കൊന്നും മറ്റേ ടൈപ്പ് ഫുഡ് കഴിക്കില്ല, ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ തപ്പി. പക്ഷെ ബീച്ചിന്റെ സൈഡിലൊന്നും മറ്റേ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും ഇല്ല അങ്ങനെ. അപ്പം ഞങ്ങള് എന്നിട്ടൊക്കെ സാൻഡ്വിച്ച്, പിന്നെ എന്നിട്ട് നൂഡിൽസ്, ബർഗർ, അതൊക്കെ പറയാന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. ഒരു കൊത്തു പൊറോട്ട മാത്രമാണ് നമ്മുടെ ഒരു ടേസ്റ്റില്. നൂഡിൽസ് ഒക്കെ നമ്മുടെ ടേസ്റ്റിലുള്ളത് തന്നെയായിരുന്നു കേട്ടോ. പാസ്ത കഴിച്ച് വന്നതിലിരുന്ന് അവിടെ ഒരു റീലൊക്കെ എടുത്ത് വന്നോളൂ ഞങ്ങൾ. അപ്പൊ ഇന്നത്തെ ഡേ 1 ഇൻ പോണ്ടിച്ചേരി, ഡേ 1 ഇൻ പോണ്ടി തീരാണ് കേട്ടോ അവിടെ. ചിലപ്പോൾ ഞാനത് 2 വ്ലോഗായിട്ടാവും അപ്ലോഡ് ചെയ്യുക. കാരണം കുറെ ട്രാവലിങ്ങും കാര്യങ്ങളും കാണിക്കാണ്ട്. ഞാൻ സംഭവം നല്ല രസമാണെന്ന്, പക്ഷെ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ വ്ലോഗായിട്ട് ഇടും കേട്ടോ. പിന്നെ നാളത്തെ വ്ളോഗിൽ, ഡേ 2 വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പ്ലാൻ ചെയ്ത് പോയാൽ നല്ല സ്ഥലം. കണ്ടിരിക്കുന്നുണ്ടോ ഒക്കെ വന്നിട്ട് കണ്ടു നോക്കി കുഞ്ഞി, ഇതിലേക്ക് നോക്കി. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാട്ടോ. ഉറങ്ങാൻ പോവല്ല, ഫ്രഷ് ആയിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പറഞ്ഞോ ചോദിച്ചാ അതില് ഹോട്ട് വാട്ടറിന്റെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം കാലത്ത് സൺറൈസ് കാണാൻ പോയതാണ് കേട്ടോ. അപ്പം നൈറ്റ് എന്നെ പറഞ്ഞായിരുന്നു ഷാജുനും സനു ഒന്നും വരുന്നില്ല, ഞങ്ങൾക്ക് വയ്യ, ശരിക്കും കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വന്നില്ല. അപ്പം ഞാനും അഭിചേട്ടനും അച്ഛനമ്മയാണ് കേട്ടോ പോയത്. അപ്പോൾ അഭിചേട്ടനും ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയമായപ്പോൾ അഭിചേട്ടൻ എനിറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം കാണിക്കുന്നുണ്ട്. പിന്നെ സൺറൈസിൻ്റെ ടൈം ഞാൻ കണ്ടത് ഒരു 6 മണി സമയമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ ചേട്ടനെ റോക്ക് ബീച്ചിൽ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 400 രൂപ. അപ്പം ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ 1.5 കിലോമീറ്റർ ദൂരം പോകണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആളെ കൺവിൻസ് ചെയ്ത് ആൾ വേറെ ഏതോ ഒരു ബീച്ചാണ്. ഞാൻ ഭാഗ്യത്തിന് ഫോണിൽ മാപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വണ്ടി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് കേട്ടോ. അല്ലെങ്കിൽ 400 രൂപ ചാർജിന് ആൾ വേറെ ഏതെങ്കിലും ബീച്ചിൽ ഞങ്ങൾ കൊണ്ടെത്തിച്ചേനെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മാപ്പ് അനുസരിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ കഴിഞ്ഞ തലേദിവസം പോയിണ്ടായിരുന്നല്ലോ, മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആൾ അന്ന് അപ്പുറത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു 100 രൂപ ആ റേറ്റാണ് ആയത്. ആൾ 80 രൂപ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 100 രൂപയ്ക്ക് ഞങ്ങൾ അവിടെ എത്തി. അത് ശരിക്കും വാക്കിംഗ് ബീച്ചാണ് കേട്ടോ. ഒരുപാട് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടു അവിടെ ഗാന്ധിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്, ഓപ്പോസിറ്റ് ആയിട്ട് നെഹ്റുജിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക ഈവനിങ്ങിലും മോർണിംഗും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രീറ്റിലാണ് അവിടെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. പിന്നെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ പോണ്ടിച്ചേരിയുടെ മെയിനായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് പ്ലേസ് എന്ന് തന്നെ പറയാം. സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് മോർണിംഗ് വാക്കേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ശല്യം തോന്നിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സൺറൈസ് കാണാനായിട്ട് അവിടെ നിന്നു കേട്ടോ. കുറേ നേരം ഞാൻ അവിടെ നോക്കിയിരുന്നു. ചേട്ടൻ അച്ഛനൊക്കെ 5 വരെയൊക്കെ നടന്നായിരുന്നു. ഞാൻ അമ്മയും കുറച്ചപ്പോൾ നടക്കലൊക്കെ നിർത്തി, നമ്മൾ നടക്കാൻ വന്നതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സൂര്യൻ ഉദിച്ചു കേട്ടോ. നല്ല രസമുണ്ട്. ആകാശത്ത് ആ കളർ ചേഞ്ചുകൾ കണ്ടോ, എന്ത് രസം, എന്തോ ഒരു കളറിൻ്റെ ഒരു മായാജാലം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്ക് തോന്നും. ഞാൻ ടൈം ലാപ്സ് എടുക്കാനായിട്ട് നിന്നതാണ്. പക്ഷെ ഞാൻ ഷോർട്സും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തെടുത്ത് വന്നപ്പോൾ എനിക്ക് ഇത്രയാണ് കേട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. നല്ല രസമുണ്ട് കേട്ടോ.
എന്താ പറയുക, ശാന്തമായിട്ട്, പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പോകാനായിട്ട്. പിന്നെ അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നവരൊക്കെ ഈ ഒരു വ്യൂവിൽ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. കണ്ടോ, താഴെ കല്ലിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ അച്ഛനും അമ്മയും മാറി മാറി ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കുറേ നേരം എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങണമല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ടാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് ഞങ്ങളങ്ങനെ നടന്നു. എന്തായാലും നടക്കാമല്ലോ, നല്ലതല്ലേ എന്ന് കരുതിയിട്ട്. അങ്ങനെ എനിക്ക് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് വിശക്കുമല്ലോ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് ഇഡ്ഡലിയും വടയൊന്നും കഴിച്ചില്ല, ഇഡ്ഡലി കഴിച്ചു. പിന്നെ അവിടുത്തെ വടയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി തന്നിട്ട്, അധികം ഒന്നും മുരിഞ്ഞിട്ടില്ല നമ്മുടെ അവിടുത്തെ പോലെയല്ല. പക്ഷെ ഇഡ്ഡലിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ എക്സ്ട്രീമിലി വേറെ ടേസ്റ്റ് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ കഴിച്ചില്ല, റോഡ് സൈഡിലല്ലേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെ വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങൂല, അപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ കഴിച്ചില്ല. ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചു, പക്ഷെ അമ്മ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നല്ലോണം ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. അല്ല, പഞ്ഞി പഞ്ഞി പോലത്തെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കിട്ടുന്ന എന്താ പറയുക, തുണിയിലുണ്ടാക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു തരം ഇഡ്ഡലി ആയിരുന്നു. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് പ്രോബ്ലം തോന്നുന്നത്, അവിടെ ഒരു ചാലുണ്ട് എല്ലായിടത്തും. അപ്പം ആ ചാല് കുറച്ച് ഡേർട്ടി ആയിട്ടൊക്കെ എടുക്കുന്നത്, അതാണ് ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലല്ലാത്ത വേറെ ഒരു പ്രത്യേകത എന്നിട്ടാന്ന് പറയും, ഇങ്ങനത്തെ കടകളിലൊന്നും ചായ അവൈലബിൾ അല്ല കേട്ടോ അവിടെ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവിടെ ചായ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ മിൽക്ക് ബൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കുറേ കോർണറുകളിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവിടെ കോഫിയും മിൽക്കൊക്കെയാണ് കിട്ടുക, ചായ ഇല്ല അവിടെ. ചായ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റേ ടൈപ്പ് ചായ ഉണ്ടല്ലോ, നമ്മുടെ മലയാളികളുടെ അടിച്ച ചായ, അത് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. എവിടെയൊക്കെ ഉണ്ട്, വഴി സ്ട്രീറ്റിലൊക്കെ ഇടയിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും തിരിച്ച് ഹോട്ടലിലേക്ക് കയറി പോന്നു കേട്ടോ. അച്ഛനും അച്ഛനും എവിടെ നിൽക്കുകയോ ചായ ചോദിച്ച് വഴി ചോദിച്ച് പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഇനി വീണ്ടും നടക്കാൻ എനിക്ക് ശേഷി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോണ്ടിച്ചേരി തെരുവുകളിലൂടെ തെരാപര നടക്കുകയാണ്. സൺറൈസ് കണ്ടിട്ട് തിരിച്ച് നടക്കാമെന്ന് ചോദിച്ചു. ആരല്ലേ പിന്നെ റൂമിലെത്തി നേരെ കട്ടിൽമേലേക്ക് ഒറ്റ എടുപ്പായിരുന്നു കേട്ടോ. ചേട്ടനൊക്കെ ചായ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കരുതി റൂമിൽ തന്നെ കോഫി ഉണ്ടാക്കാനുള്ള ഇതുണ്ടല്ലോ, അതിലെന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആമി എനിട്ടുണ്ടായിരുന്നില്ല, ആമി ടാബ് നോക്കി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം കൂടെ എനിട്ടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയതോ വന്നതൊന്നും തന്നെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡേ 2-ലത്തെ സൈറ്റ് സീയിങ്ങിൻ്റെ വ്ളോഗായിട്ട് നമുക്കിനി മറ്റൊരു വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.